കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. ന്യായാധിപന്മാർ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിനും യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രയേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോന്യരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിവ്യരും തന്നെ. മോശെ മുഖാന്തരം യഹോവ അവരുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുമോ എന്ന് അവരെക്കൊണ്ട് ഇസ്രയേലിനെ പരീക്ഷിച്ചറിയുവാൻ ആയിരുന്നു ഇവരെ വെച്ചിരുന്നത്. കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസിയർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ ഇടയിൽ ഇസ്രയേൽ മക്കൾ പാർത്തു. അവരുടെ പുത്രിമാരെ തങ്ങൾക്ക് ഭാര്യമാരായിട്ട് എടുക്കുകയും തങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയും അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു. അതുകൊണ്ട് യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. അവൻ അവരെ മെസൊപ്പൊത്താമ്യയിലെ ഒരു രാജാവായ രിശാഥായീമിന് വിറ്റുകളഞ്ഞു. ഇസ്രയേൽ മക്കൾ കൂശൻ രിശാഥായീമിനെ 8 സംവത്സരം സേവിച്ചു. എന്നാൽ ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ കാലേബിന്റെ അനുജനായ കെനേസിന്റെ മകൻ ഒഗ്നിയേലിനെ ഇസ്രയേൽ മക്കൾക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവൻ അവരെ രക്ഷിച്ചു. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രയേലിന് ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടാറെ യഹോവ മെസൊപ്പൊത്താമ്യയിലെ രാജാവായ കൂശൻ രിശാഥായീമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ കൂശൻ രിശാഥായീമിനെ ജയിച്ചു. ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. കെനേസിന്റെ മകനായ ഒഗ്നിയേൽ മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുക കൊണ്ട് യഹോവ മോവാബ് രാജാവായ എഗ്ലോനെ ഇസ്രയേലിന് വിരോധമായി ബലപ്പെടുത്തി. അവൻ അമ്മോന്യരെയും അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രയേലിനെ തോൽപ്പിച്ചു. അവർ ഈന്തപ്പട്ടണവും കൈവശമാക്കി. അങ്ങനെ ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോനെ 18 സംവത്സരം സേവിച്ചു. ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ അവർക്ക് ബെന്യാമീന്യനായ ഗേരയുടെ മകനായി ഇടംകയ്യനായ യേഹൂദിനെ രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. അവന്റെ കൈവശം ഇസ്രയേൽ മക്കൾ മോവാബ് രാജാവായ എഗ്ലോന് കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ യേഹൂദ് 2 വായ്ത്തലയും 1 മുഴം നീളവും ഉള്ള ഒരു ചുരിക ഉണ്ടാക്കി അത് വസ്ത്രത്തിന്റെ ഉള്ളിൽ വലത്തെ തുടയ്ക്ക് കെട്ടി അവൻ മോവാബ് രാജാവായ എഗ്ലോന്റെ അടുക്കൽ കാഴ്ച കൊണ്ടുചെന്നു. എഗ്ലോൻ ഏറ്റവും സ്ഥൂലിച്ചവനായിരുന്നു. കാഴ്ചവെച്ച് കഴിഞ്ഞ ശേഷം കാഴ്ച ചുമന്നുകൊണ്ടുവന്നവരെ അവൻ അയച്ചു കളഞ്ഞു. എന്നാൽ അവൻ ഗിഗ്ലാലിനരികെയുള്ള വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങിച്ചെന്നു. രാജാവേ, എനിക്കൊരു സ്വകാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ക്ഷമിക്ക എന്നു അവൻ പറഞ്ഞു. ഉടനെ അടുക്കൽ നിന്നിരുന്ന എല്ലാവരും അവനെ വിട്ടു പുറത്തുപോയി. യേഹൂദ് അടുത്തു ചെന്നു. എന്നാൽ അവൻ തന്റെ ഗ്രീഷ്മഗൃഹത്തിൽ തനിച്ചു ഇരിക്കുകയായിരുന്നു. എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിപ്പാനുണ്ട് എന്ന് യേഹൂദ് പറഞ്ഞു. ഉടനെ അവൻ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നാറെ യേഹൂദ് ഇടംകൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരിക ഊരി അവന്റെ വയറ്റിൽ കുത്തിക്കടത്തി. അലകോടുകൂടെ പിടിയും അകത്തു ചെന്നു. അവന്റെ വയറ്റിൽ നിന്ന് ചുരിക അവൻ വലിച്ചെടുക്കായിയാൽ മേധസ് അലകിന്മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെ യഹൂദ് പൂമകത്ത് ഇറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചുപൂട്ടി. അവൻ പുറത്തിറങ്ങിയ ശേഷം എഗ്ലോന്റെ ഭൃത്യന്മാർ വന്നു. അവർ നോക്കി മാളികയുടെ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കുകയായിരിക്കും എന്നു അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവൻ മുറിയുടെ വാതിൽ തുറക്കായികൊണ്ട് അവർ താക്കോലെടുത്ത് തുറന്നു. തമ്പുരാൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യേഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സെയീരിൽ ചെന്നു ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രയേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട്, എന്റെ പിന്നാലെ വരുവീൻ,
ശത്രുക്കളായ മോവാബിരെ യഹോവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവരെല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനും ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോവാബ് ഇസ്രയേലിന് കീഴടങ്ങി ദേശത്തിനു 80 സംവത്സരം സ്വസ്ഥതയുണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം അനാത്തിന്റെ മകനായ ശങ്കർ എഴുന്നേറ്റു. അവൻ ഒരു മുടങ്കോൽ കൊണ്ട് ഫെലിസ്ത്യരിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രയേലിനെ രക്ഷിച്ചു. ന്യായാധിപന്മാർ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യേഹൂദ് മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീനു വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോശേത്തിൽ പാർത്തിരുന്ന സിസെര ആയിരുന്നു. അവന് 900 ഇരുമ്പുരഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രയേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ കാലത്ത് ലെപിദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബേഥേലിനും മധ്യേയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രയേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിന്റെ മകനായ ബാരാക്കിനെ കാദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ചു അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സെസീരിയെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു നിന്റെ കൈയിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനു അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സിസേരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാലാക്കിനോടുകൂടെ കാദേശിലേക്ക് പോയി. ബാരാക്ക് സെബുലൂനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറിച്ചെന്നു. ദെബോരയും കൂടെ കയറിച്ചെന്നു. എന്നാൽ കേന്യനായ ഹേബർ മോശയുടെ അളിയൻ ഹോബാബിന്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞു കേദേശിനരികെയുള്ള സാനന്നീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അബിനോവാബിന്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നുവെന്ന് സീസരയ്ക്കു അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പുരഥവുമായി തന്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹരോശയത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹാരോശേത്ത് വരെ ഓടിച്ചു. സീസരയുടെ സൈന്യമൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ വീണു, ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സീസര കാൽനടയായി കേന്യനായ ഹേബേറിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കേന്യനായ ഹേബേറിന്റെ ഗ്രഹവും ഹാസോർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. യായേൽ സീസരയെ എതിരേറ്റ് ചെന്നു അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനനെ, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറിച്ചെന്നു. അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരയണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്നു അവന് കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. അവൻ അവളോട്, നീ കൂടാരവാതിൽക്കൽ നിൽക്ക, വല്ലവനും വന്നു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നാൽ ഹേബേറിന്റെ ഭാര്യ
യായേൽ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് കൈയിൽ ചുറ്റികയും പിടിച്ചു പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഢനെതിരെയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ബാരാക്ക് സീസരയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യായേൽ അവന് എതിരേറ്റു അവനോട്, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെന്നിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രയേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രയേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനം 1 മുതലുള്ള വാക്യങ്ങൾ. ഫിലേമോൻ 1 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്തിയപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചതു നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഞാൻ ഈ സ്നേഹനിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഓനേസിമോസിനു വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണനിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടുപോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനിയും ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളിയെന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നുവെന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണുപ്പിക്ക. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലുമധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ക്രിസ്തുവേശുവിൽ എന്റെ സഹബദ്ധനായ എപ്പഫ്രാസും എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർഹോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. 108 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. 108 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും. എന്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അതികാലത്തെ ഉണരും. യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം പാടും. നിന്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കണമേ, നിന്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ദൈവം തന്റെ വിശുദ്ധിയിൽ അരുളിച്ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും.
ഞാൻ ശെഖേമിനെ വിഭാഗിച്ച് സുക്കോത്ത് താഴ്വരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെയും എനിക്കുള്ളത്. എഫ്രയീം എന്റെ തലക്കോരികയും യെഹൂദാ എന്റെ ചെങ്കോലുമാകുന്നു. മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക. ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പേറിയും ഫെലിസ്ത്യദേശത്തിന്മേൽ ഞാൻ ജയഘോഷം കൊള്ളും. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്റെ വല്ലഭൻ എന്നോട് നല്ലവൻ, എന്റെ വല്ലഭൻ എന്നോട് നല്ലവൻ. എന്നാശ എന്നും രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർക്കൊള്ളുമേ. മുള്ളുകൾക്കിടയിൽ നല്ല താമര പോലെ ചെറുകന്യകമാർ തന്നടുവിൽ എൻ പ്രിയയിതാ. മുള്ളുകൾ നല്ല താമര പോലെ ചെറുകന്യകമാർ തന്നടുവിലിതാ. സന്തോഷത്തോടെ വാസം ചെയ്യുന്നു, സന്തോഷത്തോടെ വാസം ചെയ്യുന്നു. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. കാട്ടുമരങ്ങൾ നടുവിൽ നല്ല നാരകം പോലെ കൂട്ടുസഖിമാരിൻ നടുവിൽ എൻ പ്രിയനിതാ. കാട്ടുമരങ്ങൾ നടുവിൽ നല്ല നാരകം പോലെ കൂട്ടുസഖിമാരിൻ നടുവിൽ എൻ പ്രിയനിതാ. സൂര്യതുല്യനായി ശോഭിച്ചു, സൂര്യതുല്യനായി ശോഭിച്ചിടുന്നു. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എൻ ഗതി മുന്തിരിത്തടങ്ങളിൽ വിലസിടും മൈലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യൻ എന്റെ വല്ലഭൻ. എൻ ഗതി മുന്തിരിത്തടങ്ങളിൽ വിലസിടും മൈലാഞ്ചി പൂങ്കുലയ്ക്കു തുല്യൻ എന്റെ വല്ലഭൻ. സൗരഭ്യവാസന തൂകിയിടുന്നിതാ, സൗരഭ്യവാസന തൂകിയിടുന്നിതാ. എന്നാശ എന്നും രക്ഷിതാവിലാകയാൽ എപ്പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്റെ
മേലവൻ പിടിച്ച സ്നേഹത്തിൻ കൊടി എൻ പ്രിയൻ എന്നിൽ നിന്നെടുക്കയില്ലൊരിക്കലും. എന്റെ മേലവച്ച സ്നേഹത്തിൻ കൊടി എന്നിൽ നിന്നെടുക്കയില്ലൊരിക്കലും. അതാ കേൾക്കുന്നു പ്രിയന്റെ സ്വരം, അതാ കേൾക്കുന്നു പ്രിയന്റെ സ്വരം. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശം എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. ചെറുമാനിനും കലയ്ക്കുമൊത്ത പോലെ എൻ പ്രിയൻ കുന്നുമലകൾ ചാടിയോടിച്ചു വരുന്നിതാ. ചെറുമാനിലേക്കുമൊത്ത പോലെ എൻ പ്രിയൻ ചെറുകുന്നുമലകൾ ചാടിയോടി കുതിച്ചു വരുന്നിതാ. നോക്കിയിടുന്നിതാ കിളിവാതിൽ വഴി, നോക്കിയിടുന്നിതാ കിളിവാതിൽ വഴി. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എന്നാശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ എന്നാശ പോലെ വന്നെന്നെ ചേർത്തു കൊള്ളുമേ.